ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസത്തെ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇച്ചിരിയെങ്കിലും സമയവും മനസ്സും സൗകര്യവും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ചെടികൾ മുളകോ തക്കാളിയോ എങ്കിലും നട്ടുപിടിപ്പിക്കണം. നമ്മുടെ പച്ചക്കറികളും മറ്റു ചെടികളും എല്ലാം തന്നെ നമ്മൾ ആ വെള്ളം ഒഴിക്കാത്ത ഒരവസ്ഥ വന്നപ്പം എല്ലാം തന്നെ പോയി കിടക്കുവാണ്. നമുക്കിനി അത് ഒന്നേന്ന് തുടങ്ങണം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള നന്നായി അടിവളം ചേർത്ത മണ്ണിലാണ് എല്ലാ പച്ചക്കറി ചെടികളും തന്നെ നന്നായിട്ട് വിളവ് തരുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ നമുക്ക് ഏതൊക്കെ പച്ചക്കറികളാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് ആദ്യം നട്ടുപിടിപ്പിക്കുന്നത് തക്കാളിയാണേ. ഇത് ഏകദേശം 1 മാസത്തോളം പ്രായമായിട്ടുള്ള തക്കാളിയുടെ തൈകളാണ്. ഇത്രയുമെങ്കിലും പാകത്തിലെത്തിയ തൈകൾ വേണം നമ്മൾ മാറ്റി നട്ട് വളർത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന തക്കാളിയുടെ വിത്തുകളെന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ തക്കാളിയുടെ വിത്തുകളും അതുപോലെ ചെറിയ ഇത്തരത്തിലുള്ള ചെറിത്തക്കാളിയാണ്. ഇത് ഉരുണ്ട ചെറിത്തക്കാളിയാണ്. ഇത്തരത്തിലുള്ള തക്കാളിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണിത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്ഥലത്താണ് നടുന്നത്. തക്കാളിയുടെ തൈകൾ നടുമ്പോൾ എപ്പോഴും നല്ല പോലെ ആഴത്തിൽ വേണം നട്ടുകൊടുക്കാൻ. ഒക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു തൈയും കൂടെ ചേർത്ത് 2 എണ്ണമാണ് ഈ കുഴിക്കകത്തേക്ക് നടുന്നത്. തക്കാളി നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ വേണം തക്കാളി നട്ടുപിടിപ്പിക്കാൻ. എന്നാലേ ഈ ദ്രുതവാട്ടം നിന്ന നിപ്പിൽ ചെടി വാടിപ്പോകുന്ന തരത്തിലുള്ളൊരു രോഗമുണ്ട്. അത് കുറഞ്ഞു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത് കുറവായിട്ട് കാണുന്നത് നല്ലപോലെ പുളിപ്പ് മാറ്റിയ മണ്ണിൽ തക്കാളി വളർത്തുമ്പോഴാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തക്കാളി നട്ട് വളർത്തിയാൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. സ്യൂഡോമോണാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടിയാണ്. പല ആൾക്കാരും പറയാറുണ്ട് ഇതുപോലെ ചെടികൾക്ക് ഞങ്ങളുടെ തക്കാളിക്ക് ദ്രുതവാട്ടം വന്നിട്ടുണ്ട്, ഇനി എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന്. തക്കാളിയുടെ ചെടികൾക്ക് തക്കാളിയായാലും വഴുതനയായാലും വെണ്ടയായാലും ഒക്കെ തന്നെ ദ്രുതവാട്ടം വരാറുണ്ട്. രോഗം വന്ന് തുടങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുത്താൻ പാടാണ്. രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്, നടക്കത്തില്ല. ചിലപ്പോഴെങ്ങാനും സാധിച്ചെങ്കിൽ മാത്രമുള്ളൂ അത്ഭുതകരമായിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാട്ടരോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. അപ്പം നമ്മുടെ ഈ തക്കാളിയൊക്കെ കണ്ടോ, ഇപ്പം കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കായ്കൾ കാണാനുണ്ട്. എന്നാൽ ആ കൊടും ചൂട് ആയിരുന്ന സമയത്ത്, മഴയൊന്നുമില്ലാതെ ചൂട് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ തക്കാളിയിലൊന്നും കായ്കൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നോട് പരാതി പറയാറുണ്ടായിരുന്നു, പൂ ഉണ്ടാകുന്നുണ്ട് കായ ഉണ്ടാകുന്നില്ല എന്ന്. ഇപ്പം തക്കാളിയിലായാലും വഴുതനയിലായാലും അതുപോലുള്ള ചെടികളിലൊക്കെ ചൂട് കൂടിയാൽ അതിനകത്തെ പൂമ്പൊടികൾ കരിഞ്ഞു പോയിട്ട് പോളിനേഷൻ നടക്കാതെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതാണ് ചെയ്യുന്നത്. അത് നമുക്കൊന്നും ചെയ്ത് വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ല. അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ചെടികളിൽ കാ പിടിക്കാതെ പോയതിൻ്റെ കാരണം. ഇന്ന് നമ്മൾ നടുന്നത് മുളകാണേ. മുളക് നമുക്കറിയാം ഏകദേശം എല്ലാ വീടുകളിലും എല്ലാ ദിവസവും തന്നെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇതൊരു 1 മാസത്തോളം പ്രായമായ മുളകിൻ്റെ തൈകളാണ്. അപ്പോൾ നമുക്കിത് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കാപ്സിക്കം, പല കളറിലുള്ള കാപ്സിക്കം ഉണ്ട്. അതുപോലെ ഇത് കറുത്ത കാന്താരി, അതുപോലെ ഇത് സാധാരണ കാന്താരിയുടെ വിത്ത്, അതുപോലെ ഉജ്ജ്വല മുളക്, പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബുള്ളറ്റ് മുളക്, പിന്നെ ഇത് നീളൻ മുളക്. ഇത്രയും ഇനത്തിൽപ്പെട്ട പിന്നെ ഉണ്ടമുളകൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല വെറൈറ്റി മുളകിൻ്റെ വിത്തുകൾ നമുക്കുണ്ട്. എല്ലാ മുളകിൻ്റെ വിത്തുകളും നന്നായി മുളച്ച് കിട്ടുന്നതാണെന്ന് ഉറപ്പാണ്. ആവശ്യമുള്ളവർക്ക് മറ്റെവിടെ നിന്നെങ്കിലും മുളകിൻ്റെ തൈകളോ വിത്തുകളോ കിട്ടാനില്ലാത്തവർക്കും വെറൈറ്റി ആവശ്യമുള്ളവർക്കും നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഈ മുളകിൻ്റെ തൈകൾ, മുളകിൻ്റെ വിത്തുകൾ വീട്ടിൽ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നട്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ഈ തടത്തിലേക്ക് മുളകിനെ നടുവാണേ. അപ്പോൾ ഞാനൊരു 2 മുളകിൻ്റെ തൈകൾ ഒരുമിച്ചെടുത്തിട്ടാണ് ഇതിനകത്ത് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പം മുളകിനായാലും വഴുതനയ്ക്കായാലും എല്ലാം ദ്രുതവാട്ടം വരുന്നൊരു ചെടിയാണേ. അതുകൊണ്ട് നമ്മളിതുപോലെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുത്തോണം. ഇത് സ്യൂഡോമോണാസ് കലക്കിയതാണ്. ഇതുണ്ടോ, ഇത് സ്യൂഡോമോണാസാണ്. അപ്പം ചെടിയുടെ ഇലകളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ നട്ടു വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ നട്ടു വെച്ചിട്ട് ഇത് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണേ. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നടുന്നത് വഴുതനയാണേ. വഴുതന ഇല്ലാത്തവർക്കും
വഴുതന നട്ടിരിക്കുന്നത് കുറവായിട്ടുള്ളവർക്കും ഈ സമയം വഴുതന നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് ഈ വയലറ്റ് വഴുതന, അതുപോലെ പച്ച വഴുതന, കറുത്ത ഉരുണ്ട വഴുതന, ഇത്രയും വഴുതനകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എല്ലാം നല്ല വിത്തുകൾ തന്നെയാണ്. നമ്മൾ ആ വഴുതനയുടെ വിത്തുകൾ ഒരു പ്രാവശ്യം ഇവിടെ പാകി മുളപ്പിച്ചത് കാണിച്ചതാണ്. അന്ന് ഞാൻ പാകി വെച്ചിരുന്നതാണ്. എല്ലാം തന്നെ ഒരു 2 ഗ്രോ ബാഗിനകത്ത് 2 ചട്ടിക്കകത്താണ് നമ്മൾ പാകിയത്. എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് കറുത്ത ഉരുണ്ട വഴുതനയാണ്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് 2 തൈകളെ മാറ്റി നടാം. ഇതുപോലെ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് നല്ല പോലെ വെള്ളം ഒഴിക്കണം. അതിൻ്റെ അടിവശത്തോട് ഊർന്നു പോകുന്നുണ്ടോ? ഇതേ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഊരിയെടുക്കുവാണെങ്കിൽ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുവേ. അങ്ങനെയുള്ള ഒരു 2 വഴുതനയുടെ ചെടി നമുക്ക് ഒരുമിച്ചെടുത്തിട്ട് നടാം. ഇത് നമ്മളിത് ഈ ബക്കറ്റിനകത്ത് മണ്ണിനകത്തേക്ക് കുഴിച്ച് വെക്കുവാണേ. അപ്പോൾ ഓർത്തോണം, വഴുതനയ്ക്കും മണ്ണ് പുളിപ്പ് മാറ്റിയത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ദ്രുതവാട്ടം വരും കേട്ടോ. അതുപോലെ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ വളവും വെള്ളവും കൊടുക്കുകയും അതുപോലെ പുതയിട്ട് കൊടുക്കുകയൊക്കെ വേണം. എല്ലാ പച്ചക്കറി ഇനങ്ങളുടെയും കൃഷിരീതികൾ ഞാൻ ചില്ലി ജാസ്മിൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരും അറിയാനുള്ളവരും ഒക്കെ ആണെങ്കിൽ ഇപ്പം ചില്ലി ജാസ്മിൻ വഴുതനയെ നടിച്ചാൽ വഴുതന, അതുപോലെ എല്ലാ കൃഷികളുടേതും കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇന്ന് വെണ്ട നടുന്നതാണേ. വെണ്ടയെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ സമയങ്ങളിലും തന്നെ വളർത്താവുന്നതാണ്. പക്ഷേ മഴക്കാലത്താണ് കൂടുതൽ വിളവ് തരുന്നത്. അതുകൊണ്ട് തന്നെ വെണ്ട നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് മെയ് മാസം എന്ന് പറയുന്നത്. പല ടൈപ്പ് വെണ്ടകളുണ്ട്. ഇതെവിടെയാണെങ്കിൽ ചുവന്ന വെണ്ടയുണ്ട്, കണ്ടോ, ചുവന്ന വെണ്ടയുണ്ട്. അതുപോലെ ഇത് പച്ച വെണ്ടയാണ്, ചെറിയ പച്ച വെണ്ട. ഇത് ആനക്കൊമ്പൻ വെണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വെണ്ടയുടെ വിത്തുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ വെണ്ടയൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ വെണ്ടയായാലും വഴുതനയായാലും തക്കാളി ആയാലും അതുപോലെ മുളകായാലും ഒക്കെ നമുക്ക് 45 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാം. ഏകദേശം ഒരു 3 മാസത്തോളം നന്നായിട്ട് വിളവ് തരുന്നവരാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ. ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ വെണ്ടയെല്ലാം കായ്ച്ചു നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഇതേപോലെയുള്ളൊരു 4-5 ചുവട് വെണ്ടയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതിനാവശ്യമായ വെണ്ടയ്ക്കാകൾ കിട്ടും. പിന്നെ നമുക്ക് പയർ എല്ലാ കാലത്തും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ പ്രധാനമായും 2 തരത്തിലുള്ള പയറുകളാണ് കൊടുക്കുന്നത്. നീളമുള്ള വയലറ്റ് പയറും അതുപോലെ നീളമുള്ള പച്ച പയറുകളുമാണ്. ഏകദേശം എല്ലാ സമയത്തും തന്നെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. പിന്നെ നമ്മളിതൊന്നും കൂടാതെ വെള്ളരി കണ്ടോ, ഇതുപോലെ വെള്ളരി, പിന്നെ പാവൽ, അതുപോലെ കുമ്പളം നല്ലതാണ് കേട്ടോ മെയ് മാസത്തിൽ വളർത്തുന്നത്. ആ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല വലിയ കുമ്പളങ്ങ നമുക്ക് ഉണ്ടായി കിട്ടും. അതുപോലെ ചുരയ്ക്ക, അതെല്ലാം പടർന്ന് വളരുന്നവരാണ്. പടർന്ന് വളരാൻ സൗകര്യം നമ്മൾ കൊടുക്കണം. അതുപോലെ പീച്ചിൽ കണ്ടോ, ഇങ്ങനെയുള്ള പീച്ചിൽ. അതുപോലെ ഇത് പടവലമാണേ. പിന്നെ നമുക്കുള്ളത് ഉണ്ടോ സാലഡ് കുക്കുംബർ, സ്നോ വൈറ്റ് ആണ്. ഇത് നമ്മുടെ സാധാരണ കുക്കുംബറാണ്. അതുപോലെ ഇത് മത്തയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടോ ചതുരപ്പയറുണ്ട്, ഇത് കൊത്തമര ഉണ്ടോ. ഇത്തരത്തിലുള്ള വിത്തുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ മെയ് മാസത്തിലെ കൃഷിക്ക് ആവശ്യമായ എല്ലാ വിത്തുകളും തന്നെ നമ്മുടെ കയ്യിലുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് കിട്ടാത്തവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊരു മെസ്സേജ് ഇട്ടാൽ നമ്മളത് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. നമ്മൾ പച്ചക്കറി ചെടികൾ നട്ടു വളർത്തുമ്പോൾ നമുക്കിഷ്ടമുള്ളതും നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ പച്ചക്കറി ചെടികൾ നട്ടു വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം ഏതെങ്കിലും ജൈവ കീടനാശിനി, അതിപ്പം വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ് പോലെയുള്ള ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ ബിവേറിയയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളുടെ കൃഷിയിടത്തിൽ നിന്നും പരമാവധി കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട്, കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. കീടങ്ങൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജൈവ കീടനാശിനി ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കീടങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ. മെയ് മാസത്തിലെ കൃഷി പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോണേ. ഇപ്പം തന്നെ നമ്മൾ താമസിച്ചിരിക്കുവാണ്. ഒരു മെയ്യുടെ ഒരു ആദ്യ ആഴ്ചയൊക്കെ ഏകദേശം തന്നെ ആയിട്ടുണ്ട്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.